ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സൊനാക്സീസ് യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് കർക്കിടക ബലിയാണ്. അപ്പം നമ്മൾ 5:30 പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഈ അമ്മ ആകുമ്പോൾ ഇപ്പം 6:30 പോകണം. ഈ അമ്മ ഉറക്കത്തിന് അങ്ങോട്ട് എഴുന്നേക്കണില്ല, ഭയങ്കര മടിച്ചിയാണ് ഇവള്. ഇപ്പം ഞങ്ങളിപ്പോൾ 6:30 ഇനിയിപ്പം നമ്മൾ ബലിയിടാൻ വേണ്ടി പോണേണ്. അപ്പം ഇന്ന് മൊത്തം കലാപരിപാടികളാണ്, അതായത് കറിവെപ്പൊക്കെയാണ്. നമുക്ക് മൊത്തത്തിൽ പണിയാണ്. ഇന്ന് അങ്ങാടിക്കാട് മോഡലാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഞങ്ങളുടെ കർക്കിടക ബലി എങ്ങനെയാന്ന്. അല്ല നിഷു, സംതിങ് എന്തെങ്കിലും പറയാണ്ടോ? സ്വരമില്ല, നിഷുക്ക് സ്വരമില്ല. അതങ്ങനെ രാവിലെ കഴിഞ്ഞേക്കണതിനെപ്പോലെ. നമ്മ അമ്പലത്തിലെത്തി. ഇപ്പോഴും നമ്മ തിരക്കാണ്. ഇപ്പോഴും എത്തിയത്. മാതാവിൻ്റെതും പാദശരീരം പിതാവിൻ്റെതുമാണ് എന്ന് നമുക്ക് യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് നമ്മൾ തർപ്പണം ചെയ്യുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടിയും ഭക്തിയോടുകൂടിയും ആയിരിക്കണം ആ ക്രിയാ പദ്ധതിയിലേക്ക് കിടക്കേണ്ടത്. നമ്മൾക്ക് കൊടുത്തങ്ങട്ടെ വെച്ചാട്ടോ ക്യൂവിലെ ഇടക്ക് ഇറങ്ങി. അപ്പം നമ്മൾ ഇപ്പോൾ ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് 4-2 റോയിലാണ് നമ്മൾ. അപ്പം ഫസ്റ്റ് റോ കഴിഞ്ഞ് സെക്കൻഡ് റോ കഴിഞ്ഞ് തേർഡ് കഴിഞ്ഞ് ഫോർത്ത്, അങ്ങനെ കുറച്ച് സമയം എടുക്കും. പിന്നെ ഇപ്പം കുഴപ്പമില്ല, ഇരിക്കണ സീനില്ല. അങ്ങനെ ശരി അങ്ങനെ അപ്പൊ ഞങ്ങൾ വന്നപ്പോഴേക്കും അപ്പ ഇവിടെ ബലിയിടണ്ടായിരുന്നു. നിങ്ങൾ അതുപോലെ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അച്ഛനമ്മക്ക് വേണ്ടി ബലിയിടാൻ വന്നത് നല്ല കുട്ടിയാണ്. നിങ്ങളുടെ ഇലയിൽ പറയുന്നതായ ദ്രവ്യങ്ങളൊന്നും നോക്കുക. പുഷ്പസൗഖ്യം അമാവാസി ശ്രാദ്ധ ക്രിയാർഘകം പവിത്രധാരണം നമ്മ വലതയുടെ മോതിരവല്ലാണ്. അഹം ദദാമി ദർഭടമേലേക്ക് വയ്ക്കുക. അടുത്ത ഭാഗം കൊടുക്കുക. ഓം പിതൃവംശേ മൃതായേജ മാതൃ സാക്ഷാൽ ദേവദർശനം നമ കർപ്പൂര നീരാഞ്ജന ദേവദർശനം സമർപ്പയായ നമോ നാരായണായ യത്കൃപാതമഹം വന്ദേ പരമാ. പിതൃ നമസ്കാരം എന്നിവ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നാരായണേന സ്വയം സന്തദാമി. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ബലിയിട്ടോ മോള്? ഇങ്ങനെ കാണിച്ചുകള്. അപ്പൊ നമുക്ക് ഇനി അടുത്ത എന്താ പരിപാടി? വീതി വെക്കണം. ചെറുപ്പം പറഞ്ഞ എനിക്ക് അതാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ ബലിയിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് നടക്കുകയാണ്. ഞാനും എന്റെ നിശുമോളും മാത്രമേ ഉള്ളൂ. മറ്റേ രണ്ടും കള്ളിയാണ്. കള്ളനും കള്ളിയും. പക്ഷെ അച്ഛനെ കള്ളീന്ന് കള്ളനാണ്ടോ. അപ്പൊ നമുക്ക് നിശ ബലിയിട്ട് നിങ്ങൾ കണ്ടല്ലോ, വൻ ഭക്തിയോടെ ഫേസ് ആക്ഷൻ ഇന്ത്യനൊക്കെ പിടിച്ചു അമ്മ കഴിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതെല്ലാ ഭാവിനുള്ള കഴിച്ചിലാണ്. ഇത് ഇന്ന് കുറച്ച് നേരത്തെ ആയിപ്പോയെന്നുള്ളു, അല്ലേ സോബി? ഇന്ന് കുറച്ച് നേരത്തെ അല്ലേ?
ഇത് ക്യാമറക്ക് വേണ്ടി കരയണല്ല കേട്ടോ സത്യത്തില്. സത്യത്തിൽ കഴിയണല്ലേ ഞാൻ അപ്പൊ തന്നെ ഫോണെടുത്തോ മൂക്കൊക്കെ ചുമന്ന് പോട്ട് പോലെ കാര്യമില്ല കരയണ്ട. എന്തെങ്കിലും പറയാനുണ്ടോ? ആ പാട്ട് വെക്കുമ്പോഴാണ് ഈ അച്ഛൻ നമ്മളെ പാട്ട് വെക്കുമ്പോഴാണ് കരയണം. എന്താണ് പറയാനുള്ളത് തോന്നുന്നു? രണ്ടു വാക്ക് ഒന്നും പറയാനില്ല. അറിഞ്ഞെന്താ പറയാനുള്ളത്? ഇതൊക്കെ കണ്ടിട്ട് അവന്റെ കൊച്ചു കറിയണ കണ്ടോ? മിസ്സ കൊച്ചു കറിയണ കണ്ടോ? നിങ്ങൾ കണ്ടോ? ഇപ്പോഴാണ് സാധനങ്ങളൊക്കെ വന്നത്. ഇനിയിപ്പോ ഇത് വെക്കണ തിരക്കിലാണ്. ഇത് ചൂരയാണ്. ചൂരയല്ല, തെരണ്ടി, മട്ടൻ. തെരണ്ടി ഇതാണ് തിലോപ്പി, കരിമീൻ, ചെമ്മീൻ. തിലോപ്പി, തിലോപ്പി, ചെമ്മീൻ, ചെമ്മീൻ, ചാള, കരിമീൻ, മട്ടൻ, കരിമീൻ, പിന്നെ ചിക്കൻ ഓൺ ദ വേ. ചെമ്പല്ലി കറി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഓൺ ദ വേ ആണ്. ചിക്കനും കാടയൊക്കെ ഓൺ ദ വേ ആണ്. അച്ഛൻ വാങ്ങിക്കാൻ വേണ്ടി പോയി. ബാക്കി എല്ലാ സാധനങ്ങളും ഇപ്പോഴെത്തിയത്. ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങി. പക്ഷേ ചെറുതായിട്ടൊന്ന് ഉറങ്ങി ഇവര് വാങ്ങിക്കാൻ പോയപ്പോ. പിന്നെ നമ്മളെ പാറു ട്യൂഷൻ ക്ലാസ്സിൽ പോയത് കേട്ടോ. അപ്പൊ ഇനി വേഗം റെഡിയാക്കട്ടെ. 2-3 കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. 2-3 കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്താ റെഡിയായി? ചെമ്പല്ലിക്കറി റെഡിയായി. ഇനി നമുക്ക് തേങ്ങ അരച്ചത് റെഡിയായി. കുറച്ചുകൂടി കൂടി ഉണ്ട്. ചെമ്പല്ലിക്കറി റെഡി ആയിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഞാനാണ് ഇന്ന് പൊള്ളിക്കാൻ പോകുന്നതും പിന്നെ ബിരിയാണി വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ പൊള്ളിക്കാനുള്ള സാധനങ്ങൾ ഞാൻ തന്നെയാണ് അരിയണത്. ഇപ്പൊ സവാള ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി തക്കാളി അരിയണം, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളകും കൂടി അരിയണം. പിന്നെ ബിരിയാണി വെക്കുന്നത് ഞാൻ തന്നെ. അത് ഈ സെക്ഷൻ കഴിഞ്ഞ് ഇതങ്ങടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് വേണം ബിരിയാണി വെക്കാനുള്ള സെക്ഷൻ ചെയ്യണം. 2 ഡിഷസ് ഞാനാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് അരിയട്ടെ. കുനുകുനാ പോലെ ഞാനിത് അരിഞ്ഞേക്കണം കേട്ടോ. ഈ തക്കാളിയൊക്കെ അരിയണം. ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് വെളുത്തുള്ളി, പച്ചമുളക് അതെടുക്കാൻ പറഞ്ഞു. എടുത്തിട്ട് വരാം. നമ്മുടെ മീൻ പൊള്ളിച്ചതിന് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം റെഡിയായി. ഇത്ര സാധനങ്ങൾ സോനുമോൾ സ്വന്തമായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് എന്താ? ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ അരിഞ്ഞു തുടങ്ങാം. അതെന്താവോ എന്തോ. എന്താ കരിമീൻ പൊള്ളിച്ചത് വന്നോണ്ടിരിക്കുകയാണ്. ഇവിടെ കറികൾ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് വാഴ മുറിച്ചിട്ട് വരാം. വാഴന എടുക്കാൻ വേണ്ടി വേറൊരു വാഴനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇതേ വന്നു ഫ്രണ്ട്സ്. നമ്മ എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. എന്തൊക്കെ വിഭവങ്ങളാണ് അച്ഛൻ മുഴുവൻ പറഞ്ഞു തരും. എന്താ പറയാനുള്ള? ഒന്നുമില്ല. നമുക്കല്ലേ പറയാനോ? എന്താ അച്ഛനമ്മക്കും വേണ്ടി വെച്ചത്. ചേച്ചിയുണ്ട്, ആങ്ങളമാരുണ്ട്, എല്ലാരും വന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഭവം ഉണ്ടാക്കണമെങ്കിൽ വളരെ ഇവർ രണ്ടുപേരും കൂടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒന്നും സഹായിച്ചിട്ടൊന്നുമില്ല. ഞാൻ സാധനങ്ങളൊക്കെ പോയി മേടിച്ചു കൊടുത്ത്. ഇത് എന്തോരം വിഭവങ്ങളാണ് കുറച്ച് നേരം കൊണ്ട് ഇവർ ഉണ്ടാക്കിയത്. സത്യമാണ് ഇത് പറയണം. കുറേ വിഭവങ്ങൾ കുറച്ച് നേരം കൊണ്ട് ഉണ്ടാക്കി. ഇതിൽ ചിക്കൻ ഉണ്ട്, മട്ടൻ ഉണ്ട്, എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞുതരാം, അല്ല തെറ്റിപ്പോവും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ താറാമുട്ട വറുത്തതുണ്ട്. പിന്നെ താള് കറിയുണ്ട്. ഇതിന് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീനിട്ട് വിളിച്ചത്. പിന്നെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്. പിന്നെ ചെമ്പല്ലി കറിയാണ് ഇന്നലെ പോയി ഞാൻ മേടിച്ചത്. പിന്നെ അതുകൂടാണ്ട് ബിരിയാണി, മട്ടൻ ബിരിയാണി ഉണ്ട്. പിന്നെ ചൂരയുണ്ട്. പിന്നെ മട്ടൻ കറിയുണ്ട്. പിന്നെ പപ്പടമുണ്ട്. പിന്നെ തെരണ്ടിക്കറിയുണ്ട്. പിന്നെ പീച്ചിങ്ങയും ചെമ്മീനിട്ട് ഒലത്തിയതുണ്ട്. പിന്നെ കരിമീനുണ്ട്. ഇത് കരിമീൻ 2 രണ്ടും കരിമീനാണിട്ടത്. അച്ഛനും അമ്മക്കും 2. പിന്നെ അതുകൂടാണ്ട് ചാള വറുത്തതുണ്ട്. പിന്നെ
ഇഞ്ചിക്കറി ഉണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ ബീഫ് കറി ഉണ്ട്. പിന്നെ ഇത് സ്പെഷ്യലാണ് കേട്ടോ. ഇത് നല്ല പേരറിയാൻ പാടില്ല, മീനിന്റെ പേരറിയാൻ പാടില്ല, പക്ഷെ നല്ല വലിയ മീനാണ്. ഈ ക്യാമറ കാണുന്നില്ലല്ലോ, നല്ല വലിയ മീനാണ്. പിന്നെ നമ്മുടെ എല്ലാത്തിലും കൂടി കൂട്ടാൻ സാലഡ് ഉണ്ട്, പിന്നെ ചോറുണ്ട്, പിന്നെ വെള്ളമുണ്ട്. പിന്നെ എല്ലാം വിളമ്പി കൊടുക്കാം. ഓക്കെ, വിളമ്പണ ശരിക്കും പറഞ്ഞാൽ നിഷ വിളമ്പേങ്ങാട്ടി അച്ഛനും അമ്മക്കും ഇഷ്ടം. ഞാനാണ് കൂടുതൽ ഇവിടെ ഫുഡ് അവർക്ക് കൊടുത്തേക്കണം. അപ്പൊ ഞാൻ തന്നെ വിളമ്പി കൊടുക്കാം. തന്നെ മുട്ട വറുത്ത് വെക്കാം. മുട്ട അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മുട്ട വറുത്ത് നമ്മുടെ താള് കറിയില്ലേ, ചെമ്മീൻ ഇട്ട് വലത്തിയ താള് കറിയില്ലേ, അതിങ്ങനെ കഴിക്കാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് പച്ചക്കറിയിൽ ആദ്യം നമുക്ക് തുടങ്ങാം. പച്ചക്കറിയും ചെമ്മീനിട്ട് തന്നെ, പടവലങ്ങയും ചെമ്മീനിട്ട കറി. പീച്ചിങ്ങ ഉണ്ടാ സോറി. പിന്നെ ഒരു ചിക്കൻ ഫ്രൈ എടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചാള ഫ്രൈ വെക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കരിമീൻ കറി. എന്താണ് കരിമീൻ പൊള്ളിച്ചത് ഒരെണ്ണം. ചാറൂടെ ഇട്ട് കൊടുക്കാം. ചാറ് നല്ലോണം കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അച്ഛന്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് തെരണ്ടിക്കറി, 2 പീസ് കറി കൂടും, അതുകൊണ്ട് 2 പീസ് തെരണ്ടിക്കറി. കുറച്ച് ഇഞ്ചി, കുറച്ച് ചെമ്പല്ലിക്കറിയാണിത്. ചെമ്പല്ലി. പിന്നെ ചെമ്പല്ലി ചൂര ഫ്രൈ. അതിടാം. പിന്നെ കുറച്ച് ചെമ്മീൻ ഒലത്തിയതാണ് റോസ്റ്റ്. എല്ലാം കുറച്ചേച്ച് ഇടണുള്ളൂ. കാര്യം എല്ലാം കൂടി അച്ഛനും നമുക്ക് തിന്നാൻ പറ്റുമോ എന്ന് അറിയില്ല, അതുകൊണ്ട് കുറച്ചേച്ച് ഇടുള്ളൂ. കുറച്ച് ബീഫ് കറി, പിന്നെ മട്ടൻ ഇന്ന് രാവിലെ പോയി നല്ല ഫ്രഷ് മട്ടൻ പള്ളൂത്തിൽ നിന്ന് മേടിച്ചാണ്. കുറച്ച് മട്ടൻ കറിയാണ്. മട്ടൻ കറി ഇടാന്ന് വെച്ചു. മട്ടൻ ബിരിയാണി ഉണ്ട്. അപ്പൊ ബിരിയാണി ഇവിടെ തന്നെ ഇങ്ങനെ പാത്രത്തിൽ തന്നെ വെക്കാം. ബിരിയാണി ഉണ്ട്. കുറച്ച് സാലഡ്, പിന്നെ പപ്പടം ഉണ്ട്. 2 പപ്പടം അച്ഛനും അമ്മക്കും വെക്കാനാ പറയണം. അപ്പൊ 2 പേർക്കും പപ്പടം വെച്ചിട്ടുണ്ട്. പിന്നെ കരിമീനല്ല, സോറി, ഇതെന്താണ്, ഏതൊരു മീനാണ്, മെയിൻ എനിക്കറിയില്ല. ഞാൻ രാവിലെ പോയി മേടിച്ചാണ്, വിളക്കി പോയി മേടിച്ചാണ് ഈ മീൻ. കുറച്ച് വലിയ മീനാണ്, അടിപൊളി മീനാണ്. അപ്പൊ നമ്മൾ ഇത്രം എന്താണ് സമൃദ്ധി, എന്താണ് പറയണതിന്, കർക്കിടവാവിന് അച്ഛനമ്മക്ക്, എനിക്ക്, നിഷക്കും പിള്ളേർക്കും ഇതുപോലെ ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അടുത്ത വാവിനും ഇതുപോലെ അച്ഛനമ്മക്കും കൊടുക്കാൻ പറ്റട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥനയുണ്ട്. മിന്നാമിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ, മിന്നാമിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ, കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ, അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ, കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ, അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ, കണ്ണുനീർ പുഴവക്കിൽ നിന്നെ തനിച്ചാക്കി പോയതാരാണ്, മിന്നടി മിന്നടി മിന്നാമിനുങ്ങേ മിന്നും നക്ഷത്ര പെണ്ണേ, മുങ്ങടി മുങ്ങടി പൊന്നിൽ മുങ്ങടി കൂരിരുൾ മേട്ടിലെ കണ്ണേ.
ഫ്രണ്ട്സ്, ഇനി നമുക്ക് കാക്കക്ക് കൊടുക്കാം. കാക്കക്ക് കൊടുക്കാൻ വേണ്ടി ഈ ഇലയിൽ വേണം എല്ലായിടത്തും കൊടുക്കാൻ. എല്ലാ കറികളിൽ നിന്നും ഇത്തിരി 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 എടുത്ത് കാക്കും. എല്ലാം എടുത്തിട്ട് ഇത്തിരി നിർത്തി. സോ ഫ്രണ്ട്സ്, നമുക്ക് കാക്ക കൊടുത്തോണ്ട് വരാം. ദീപം കാക്കയ്ക്ക് ഇപ്പൊ തന്നെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ബിരിയാണി വെക്കാൻ നന്നായി. ഓൾസോ ഈറ്റിംഗ് ആണ് ഫുഡിന് വേണ്ടി. എവിടെയാണെന്റെ സുക്കാമണി സുത്തുമണി ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? കണ്ടോ? ശരിക്കും കാക്ക സൗണ്ട് ഉണ്ടായി. സോ ഫ്രണ്ട്സ്, കാക്ക തിന്നുകൊണ്ടിരിക്കുകയാണ്. തിന്നോ ഫുള്ള് നിന്നിട്ട് പോയാൽ മതി. സൈഡിൽ നിന്നാണ്ട് പിന്നെ നല്ല ഒച്ചയായിട്ടാണ് തിന്നണത്. സോ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് ഈ കർക്കിടവാവ് വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. See you in the next അടിപൊളി vlogs. Till then, bye bye. Bye bye പറയാൻ വേണ്ടി കാക്കയും കൂടി നമ്മളൊപ്പം ഉണ്ട്.